വാട്സൺ ആൻഡ് ക്രിക്കിൻ്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു വാട്സൺ ആൻഡ് ക്രിക്ക് DNA നമ്മൾ പറഞ്ഞു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്. സോ എന്തൊക്കെയാണ് ആ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് ചെയ്ത്? ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. സോ അവരുടെ ആ ഒരു സെക്കൻഡ് നെയിം മാത്രമേ എടുത്തുള്ളൂ, ഫ്രാൻസിസ് ആൻഡ് വാട്സൺ ആൻഡ് ക്രിക്ക്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്കിലെ വാട്സൺ ആൻഡ് ക്രിക്ക്. സോ വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് ചെയ്ത DNA 2 strands ട്വിസ്റ്റഡ്, 2 സ്ട്രാൻഡുകൾ ട്വിസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇൻ ദ ഫോം ഓഫ് എ ഡബിൾ ഹെലിക്സ്. അങ്ങനെയാണ് ഇത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 സ്ട്രാൻഡുകൾ ട്വിസ്റ്റ് ചെയ്ത് എന്തായിട്ട് പറയുന്നത്? ഇൻ ദ ഫോം ഓഫ് എ ഡബിൾ ഹെലിക്സ്. ഈച്ച് സ്ട്രാൻഡ് ഹാസ് പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ. ഓരോ സ്ട്രാൻഡിലും എന്തുണ്ട്? പോളിന്. ഒരു സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പോളി, ഒരുപാട് ന്യൂക്ലിയോട്ടൈഡ് ഉണ്ട്. അടുത്തൊരു സ്ട്രാൻഡ് എടുത്താൽ അതും പോളിന്യൂക്ലിയോട്ടൈഡാണ്. സോ ഓരോ സ്ട്രാൻഡും എന്താണ്? പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനുകളാണ്. ഇങ്ങനെ ഈ പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനുകളായിട്ടുള്ള സ്ട്രാൻഡുകൾ ട്വിസ്റ്റ് ചെയ്ത് ഇൻ ദ ഫോം ഓഫ് ഡബിൾ ഹെലിക്സ്. സോ ഓരോ സ്ട്രാൻഡും പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനാണ്. ആ പോളിന്യൂക്ലിയോട്ടൈഡ് ട്വിസ്റ്റ് ചെയ്ത് ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറായിട്ട് മാറിയിരിക്കുന്നു. രണ്ടാമത്തത് നമ്മൾ പറയുന്നത് DNA ലുക്സ് ലൈക്ക് എ DNAയുടെ സ്ട്രക്ചർ, ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ലുക്സ് ലൈക്ക് എ ലാഡർ. ഒരു കോണി പോലെയാണ്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ലാഡർ വെയർ 2 polynucleotide strand കണക്റ്റഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട്. ഒരു ലാഡർ പോലെയാണ് അതിൻ്റെ ലുക്ക്. അതുപോലെ അവിടെയുള്ള 2 പോളിന്യൂക്ലിയോട്ടൈഡ്, 2 ഡബിൾ ഹെലിക്കൽ 2 സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് നമ്മൾ 2 പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനുകളുള്ളതുകൊണ്ട് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പോളിന്യൂക്ലിയോട്ടൈഡ് സ്ട്രാൻഡുകളും കണക്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട്. 2 ലാഡറിലുള്ള 2 പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനുകളെയും കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടാണ്? ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ DNA മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10,000 തൊട്ട് 20,000 അല്ലെങ്കിൽ അതിനധികമോ ന്യൂക്ലിയോട്ടൈഡുകളാണ്. ഒരു സിംഗിൾ DNA മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനാണ്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10,000 to 20,000, ഒരു പക്ഷേ അതിനും കൂടുതൽ ന്യൂക്ലിയോട്ടൈഡുകൾ നമുക്ക് ഒറ്റ സിംഗിൾ DNA മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ കാണും. അതുകൊണ്ടാണ് വലിയൊരു ലോങ് പോളിമറാണ് ഈ DNA എന്ന് പറയുന്നത്. ഇനി ഓരോ സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്ട്രാൻഡ് നമ്മൾ ഒരു പോളിന്യൂക്ലിയോട്ടൈഡാണ്. ഒരു സ്ട്രാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ ഒരു ഹെലിക്കൽ സ്റ്റെയർ കേസ് പോലെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. ഒറ്റ സിംഗിൾ സ്ട്രാൻഡിന് തന്നെ നമുക്കൊരു ഹെലിക്കൽ ഷേപ്പിലുള്ള സ്റ്റെയർ കേസ് പോലെ നമുക്ക് ഇതിനൊന്ന് കമ്പയർ ചെയ്യാം. ആ സ്റ്റെയർ കേസിൽ, ഒരു സ്റ്റെയർ കേസ് ആകുമ്പോൾ എന്താ, അതിന് നമുക്ക് പിടിച്ചു കയറാനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ നമ്മുടെ സൈഡിൽ താഴെ എന്തുണ്ടാവും? സ്റ്റെപ്പുകളുണ്ടാവും. സോ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു ലുക്കാണ് നമ്മുടെ DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിന്. സോ നമ്മൾ കൈ പിടിക്കുന്ന ഹാൻഡ് റെയിൽ, പിന്നെ താഴെ അതിൻ്റെ സ്റ്റെപ്പുകൾ. ഇനി നമ്മളിങ്ങനെ സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പ് ഓഫ് അസെൻറ്റ്, ഓരോ കയറ്റത്തേക്കുള്ള ആ സ്റ്റെപ്പുകളും റെപ്രസെൻറ്റഡ് ബൈ പെയർ ഓഫ് നൈട്രജൻ ബേസസ്. ആ സ്റ്റെപ്പുകളിലൊക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റെപ്പുകളിലൊക്കെ എന്തുണ്ടാവും? നൈട്രജൻ. സ്റ്റെപ്പ് ഓഫ് അസെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോലെ, സ്റ്റെയർ കേസ് പോലെയല്ല. സോ ആ സ്റ്റെപ്പുകളെയൊക്കെ രണ്ടറ്റത്തും നമുക്ക് നൈട്രജൻ ബേസുകൾ, ഒരു സ്ട്രാൻഡിലുള്ള നൈട്രജൻ ബേസ്, അടുത്ത സ്ട്രാൻഡിലുള്ള അടുത്ത നൈട്രജൻ ബേസുകൾ. സോ നൈട്രജൻ ബേസുകളാണ് ഈ പറഞ്ഞ സ്റ്റെപ്പ് ഓഫ് അസെൻറ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് ഓഫ് അസെൻറ്റ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഓരോ സ്റ്റെപ്പുകളും നൈട്രജൻ ബേസുകളാണ്. ഇനി ഈച്ച് സ്റ്റെപ്പ് ഓഫ് അസെൻറ്റ്, ഓരോ സ്റ്റെപ്പ് ഓഫ് അസെൻറ്റും സ്ട്രാൻഡ് ടേൺസ് 36 ഡിഗ്രി. ഓരോ സ്റ്റെപ്പ് ഓഫ് അസെൻറ്റും അത് ടേണിങ് എത്രയാണ്? 36 ഡിഗ്രി ഇതിലാണ് ഓരോ സ്റ്റെപ്പ് ഓഫ് അസെൻറ്റും ടേൺ ചെയ്യുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് 1 ഫുൾ ടേൺ, ഒരൊറ്റ ടേൺ, സ്റ്റെയർ കേസിൽ ഒരൊറ്റ ഫുൾ ടേൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പറയുന്നത് 34 ആംസ്ട്രോങ് ആണ്. സോ ലെങ്ത്ത്, ഒരു ഫുൾ ടേണിലെ ലെങ്ത്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയാണ്? 34 ആംസ്ട്രോങ് ആണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ന്യൂക്ലിയോട്ടൈഡ്, 2 ന്യൂക്ലിയോട്ടൈഡുകൾ തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 ആംസ്ട്രോങ് ആണ്. ഒറ്റ ഫുൾ ടേൺ DNA മോളിക്യൂളുള്ള ഒറ്റ ഫുൾ ടേൺ ലെങ്ത്ത് എന്ന് പറയുന്നത് 34 ആംസ്ട്രോങ്ങും ആ 2 ന്യൂക്ലിയോട്ടൈഡ് തമ്മിലുള്ള ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 ആംസ്ട്രോങ് ആണ്. ഇനി എത്ര ന്യൂക്ലിയോട്ടൈഡ് ഒരു ഫുൾ ടേണിലുണ്ട്? നമ്മൾ പറഞ്ഞിരുന്നു 1 ഫുൾ ടേൺ 34 ആംസ്ട്രോങ് ആണ്. അതുപോലെ 2 ന്യൂക്ലിയോട്ടൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3.4 ആംസ്ട്രോങ് ആണ്. എങ്കിൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോട്ടൈഡ് ഒരു ഒറ്റ ഫുൾ ടേണിലുണ്ടാവും? ഒറ്റ ഫുൾ ടേണിൽ എത്ര നമ്പർ? 10 ബേസ് പെയർസ്. സോ 10 പെയർസ് ന്യൂക്ലിയോട്ടൈഡുകൾ ഒരു ഫുൾ ടേണിൽ 10
ന്യൂക്ലിയോടൈഡിൻ്റെ പെയറുകളുണ്ടാവും. ഇനി വിഡ്ത്ത് ആൻഡ് ഡയമീറ്റർ, ഡി എൻ എയുടെ വിഡ്ത്ത് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 ആംസ്ട്രോങ് ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 ആംസ്ട്രോങ് ആണ്. രണ്ട് സ്ട്രാൻഡുകളും, രണ്ട് പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡുകളും ആൻറ്റി പാരലൽ ആയിട്ടാണ്. ഒന്ന് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഒന്ന് ഈ ഡയറക്ഷനിലാണ്. സോ ആൻറ്റി പാരലൽ ആയിട്ടാണ് രണ്ട് ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡുകളും റൺ ചെയ്യുന്നത്. അതായത് ഒന്നിൻ്റെ ഡയറക്ഷൻ 5' to 3' ആണെന്നുണ്ടെങ്കിൽ അടുത്തതിൻ്റെ ഡയറക്ഷൻ 3' to 5' ആണ്. സോ ആൻറ്റി പാരലലാണ് ഈ പറഞ്ഞ സ്ട്രാൻഡുകൾ. പിന്നെ ഈ വാട്സൺ ആൻഡ് ക്രിക്കിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബേസ് പെയറിംഗ് ആണ്. അതിന് ഏറ്റവും വലിയൊരു ഫീച്ചറാണ് ബേസ് പെയറിംഗ്. ആ ബേസ് പെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് പ്രോപ്പർട്ടിയാണ് നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിനുള്ളത്. ആ യുണീക്ക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ടു വൺ അനദർ ആണ്. ഈ പറഞ്ഞ പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളിലുള്ള ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേസ് പെയറുകളുണ്ട്, നൈട്രജൻ ബേസുകളുണ്ടല്ലോ. ആ നൈട്രജൻ ബേസുകൾ ഒക്കെ കോംപ്ലിമെൻ്ററി ടു വൺ അനദർ ആണ്. ഒരു സ്ട്രാൻഡിൽ പ്യൂരിൻ ആണെങ്കിൽ അപ്പുറത്തെ പോളിന്യൂക്ലിയോടൈഡിൽ അത് പിരമിഡിനായിരിക്കും, ഇപ്പുറത്തെ പിരമിഡിനാണെങ്കിൽ അപ്പുറത്ത് പ്യൂരിനായിരിക്കും. അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റാരിറ്റി ഇൻ ബേസ് പെയറിംഗ് ഉണ്ട്. അതൊരു വലിയൊരു യൂണീക്ക് പ്രോപ്പർട്ടിയാണ് നമ്മുടെ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ.